ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഔദ്യോഗിക പ്രതികരണം ഈ വിഷയത്തിൽ ശേഖർ കുര്യാക്കോസ് അദ്ദേഹത്തിന്റെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. അതൊന്ന് കേട്ടതിന് ശേഷം തിരികെ എത്താം. ഷഫീദ് തുടരുക. കേരള തീരത്ത് ഈ കാർഗോ വന്നടിയാനുള്ള സാധ്യതയുണ്ട്. ഈ കണ്ടെയ്നറുകളും അതുമായി ബന്ധപ്പെട്ട് എണ്ണയും. അത്തരം ഒരു സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ഒരു കാരണവശാലും ഈ കണ്ടെയ്നറുകളുടെ അടുത്തേക്ക് പോവുകയോ അതിൽ സ്പർശിക്കുകയോ ചെയ്യരുത് എന്ന നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് കോസ്റ്റ് ഗാർഡിൽ നിന്ന്. ഈ വിവരം പൊതുജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട്. ചില പ്രദേശങ്ങളിലെങ്കിലും എണ്ണപ്പാട വന്നടിയാനുള്ള സാധ്യതയുണ്ട്. അതുണ്ടെങ്കിൽ കോസ്റ്റ് ഗാർഡ് ആ സമയത്ത് നമ്മളെ അറിയിക്കും. ഈ സന്ദേശം ശബ്ദ സന്ദേശമായി പുറപ്പെടുവിക്കുന്നത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് ഡോക്ടർ ശേഖർ കുര്യാക്കോസ്, മെമ്പർ സെക്രട്ടറി. ഇപ്പോൾ ഷഫീദ്, അതാണ് ഔദ്യോഗികമായി ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പ്. ഷഫീദ്, ഉന്മേഷ, നമ്മൾ സൂചിപ്പിച്ച അതേ കാര്യം തന്നെ. അതായത് അറബിക്കടലിൽ കേരള തീരത്തിനോട് അടുത്തൊരു കാർഗോ കാണപ്പെട്ടു, കുറച്ചധികം കാർഗോകൾ കാണപ്പെട്ടത് ഒരു ഡേഞ്ചറസ് ഗുഡ്സ് ആണ്, അതിന് അടുത്തേക്ക് സ്പർശിക്കരുത് എന്നുള്ള വിവരം ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ആയിട്ടുള്ള ഒരു വിവരം നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ കഴിയും. കോസ്റ്റ് ഗാർഡ് ഒരു വിവരം കൺഫേം ചെയ്യുന്നുണ്ട്. അതായത് മറൈൻ ഗ്യാസ് ഓയിൽ, അതാണ് കാർഗോയിൽ ഉണ്ടായിരുന്നത്. 2 തരം ഓയിലുകൾ, അതിലൊന്ന് MGO മറൈൻ ഗ്യാസ് ഓയിൽ, 2 VLSFO വെരി ലോ സൾഫർ ഫ്യൂൽ ഓയിൽ. ഈ 2 കാര്യങ്ങളാണ് ഇപ്പോൾ കാർഗോയിൽ ഉള്ളത് എന്നുള്ള വിവരം നമുക്കിപ്പോൾ സ്ഥിരീകരിച്ച് പറയാൻ കഴിയുന്നുണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. നമുക്ക് മുൻപ് കേട്ടുകേൾവില്ലാത്തൊരു സംഭവമാണ്. അത് മാത്രമല്ല, ഈ കഴിഞ്ഞ കാലത്തൊന്നും നമ്മൾ ഇങ്ങനെ ഒരു പ്രതിസന്ധി നേരിട്ടിട്ട് കടലിൽ എന്തൊക്കെ മാറ്റങ്ങൾക്ക് വഴിവെക്കും, മാത്രമല്ല അത് ഏത് തരത്തിൽ പൊതുജനങ്ങളെ ബാധിക്കും എന്നുള്ള കാര്യവും നമുക്കറിയില്ല. ഏതായാലും നമുക്കിപ്പോൾ കൺഫേം ചെയ്ത് പറയാൻ കഴിയുന്നുണ്ട്. അതായത് ഷഫീദ്, ഇപ്പോൾ നമ്മൾ അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ഇന്റർനെറ്റിൽ അന്വേഷിക്കുകയാണെങ്കിൽ ഇത് വെരി ലോ സൾഫർ ഫ്യൂവൽ ഓയിൽ എന്നാണ് കാണുന്നത്. റെപ്രസെന്റ്സ് എ കാറ്റഗറി ഓഫ് മറൈൻ ഫ്യൂവൽസ് ഡിസൈൻ ടു മീറ്റ് ദി ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻസ് 2020 റെഗുലേഷൻസ് ദാറ്റ് ലിമിറ്റ് ദ സൾഫർ കണ്ടന്റ് ഇൻ ഷിപ്പ് ഫ്യൂവൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 2020 ഇത്തരത്തിൽ മാരിടൈം ഓർഗനൈസേഷന്റെ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആണ് ഇക്കാര്യത്തിൽ, അതായത് മാനദണ്ഡങ്ങളൊക്കെ പാലിക്കുന്ന ഒരു സംവിധാനം എന്നാണ് പറയുന്നത്. അപ്പോൾ വലിയ തോതിൽ ആശങ്കപ്പെടാനുള്ള ഒരു സാഹചര്യമുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും അതിന്റെ കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ തന്നെ, വരും മിനിറ്റുകളിൽ തന്നെ വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്, അല്ലെ ഷഫീദ്? ഉന്മേഷ, ഉറപ്പായിട്ടും. കാരണം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും എന്നുള്ള വിവരം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്പസമയത്തിൽ തന്നെ, ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഈ ശേഖർ കുര്യാക്കോസിന്റെ വളരെ പ്രധാനപ്പെട്ട പ്രതികരണം അത് നമുക്ക് ഉറപ്പാക്കാനുള്ള ശ്രമമുണ്ട്. അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ പ്രതികരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഔദ്യോഗികമായി തന്നെ അദ്ദേഹം നേരിട്ട് പ്രതികരിക്കും. ഇക്കാര്യത്തിൽ പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു ജാഗ്രത അത് ഉറപ്പായും വേണം. കാരണം അതിൽ കണ്ടന്റ് എന്ത് എന്നുള്ള കാര്യമൊക്കെ കൃത്യമായി പരിശോധിച്ച് അത് ഏത് തരത്തിൽ അഫക്റ്റഡ് ആകും എന്നുള്ള കാര്യമൊക്കെ പരിശോധിച്ച് പഠിച്ചതിന് ശേഷം മാത്രം ആ വിഷയത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകും. നിലവിൽ ഇപ്പോൾ ആശങ്കപ്പെടാനുള്ള സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും തരത്തിൽ കേരള തീരത്തേക്ക് ഈ വസ്തുക്കൾ എത്തുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ പുലർത്തേണ്ട ജാഗ്രത സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് ഇതിനോടകം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുള്ളത്. നമുക്ക് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്. അതിൽ മറൈൻ ഗ്യാസ് ഓയിൽ അത് തന്നെയാണ്. അതിൽ കൂടുതൽ മറ്റെന്തെങ്കിലും ഉണ്ടോ? ഡേഞ്ചറസ് ഗുഡ്സ്, പക്ഷേ അവർ പ്രയോഗിച്ചത് തന്നെ ഇത്തരം ഓയിലുകൾ. അത് സ്വാഭാവികമായി നമുക്കറിയാം, വിദേശത്തൊക്കെ ചില സ്ഥലങ്ങളിൽ ഇത്തരം അപകടങ്ങളൊക്കെ സംഭവിക്കുകയും അത് പിന്നീട് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കാം അങ്ങനെ ചില ജാഗ്രത അത് പുലർത്തുന്നത്. ഏതായാലും ദുരന്ത നിവാരണ അതോറിറ്റി ഈ വിഷയത്തിൽ ഒരു ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൃത്യമായി തീരദേശത്തെ ജനങ്ങൾ പാലിക്കണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രവുമല്ല, ഇതിൽ കൂടുതൽ പ്രതികരണം നമുക്ക് അല്പസമയത്തുള്ളിൽ പ്രതീക്ഷിക്കാം. ഉന്മേഷ്, ഏതായാലും ഏതാണ്ട് 3 മണിക്ക് ശേഷമാണ് ഈ വിഷയത്തിൽ ഒരു ആദ്യഘട്ട അന്വേഷണവും പരിശോധനയും ഒക്കെ നടക്കുന്നത്. ഉന്മേഷ്, ശരി ഷഫീദ്, ഇപ്പോൾ നമ്മൾ കൊച്ചിയിലേക്ക് കൂടി ഒന്ന് പോകുന്നു.